ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്നതുപോലെ ശ്രുതിയുടെ മലേഷ്യ കള്ളത്തരം ചന്ദ്രോദയത്തിൽ അഴിഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്നുകൂടി പോയി കാണണേ. അതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങനെ ചന്ദ്രോദയത്തിൽ നിന്ന് കള്ളത്തരങ്ങൾ മനസ്സിലാക്കി ചന്ദ്രമതി മുടിക്കുത്തിനെ പിടിച്ച് തന്നെ ആട്ടി ഇറക്കുന്നുണ്ട് കേട്ടോ ശ്രുതിനെ. ശ്രുതി ഒരുപാട് കരഞ്ഞു പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ ചന്ദ്രമതി എന്നല്ല മറ്റാരും തന്നെ അതിന് ചെവിക്കൊള്ളുന്നില്ല. അങ്ങനെ ശ്രുതി മറ്റൊരു നിവൃത്തിയില്ലാതെ ആ വീട് വിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയും ഗാർഹിക പീഡന കുറ്റത്തിന് നമ്മുടെ ചന്ദ്രമതിയെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടും പോകുന്ന നല്ല ട്വിസ്റ്റ് നിറഞ്ഞ അടിപൊളി ഒരു എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. അങ്ങനെ ബീരാൻ വന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം ബീരാൻ അവിടെ നിന്ന് എല്ലാവരോടുമായിട്ട് മാപ്പ് പറഞ്ഞ് പോകുന്നുണ്ട്. ബീരാൻ പോയതിന് ശേഷം ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. എഴുന്നേറ്റിട്ട് ശ്രുതിനെ നല്ല അടി അങ്ങോട്ട് അടിക്കുകയാണ്. എന്നാൽ രവി പറയുന്നുണ്ട്, ചന്ദ്രേ നീ അല്പം ദേഷ്യം കുറയ്ക്ക്. രവിയേട്ടാ, ഇതിന്റെ പേരിൽ മറ്റാരും എന്നോട് സംസാരിക്കണ്ട. ഇവളെ ഇത്രയും നാള് തലയിൽ എടുത്തു വെച്ചുകൊണ്ട് നടന്ന ഇവളെന്നെ ചെരുപ്പ് ഊരി അടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെടി നിന്റെ മലേഷ്യയിലെ അച്ഛനും അവള് കണ്ട ഇറച്ചി വെട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്ന് ചെറിയച്ഛനാണെന്നും പറഞ്ഞ് അവന് വീട്ടുവേല് വരെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് വരെ നിന്നോട് തന്നെ അറപ്പ് തോന്നുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ നല്ല അടി അങ്ങ് അടിക്കുകയാണ് കേട്ടോ. നമ്മുടെ രവീന്ദ്രനും ഈ അവസരത്തിൽ ശ്രുതിയെ നല്ല രീതിയിൽ പറയുന്നുണ്ട്, നീ ഒരു പെൺകുട്ടിയാണോ ഇത്രയും കള്ളത്തരങ്ങൾ വന്ന് ഇവിടെ കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രുതി ഇങ്ങനെ മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര പറയുന്നുണ്ട്, കള്ളത്തരങ്ങൾ കൊണ്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടവളാണ് നീ ഇനി വാ തുറക്കാൻ പോലും പാടില്ലെന്നും പറഞ്ഞിട്ട് ചവിട്ടി അങ്ങ് പുറത്തിടുകയാണ് കേട്ടോ. എന്നാൽ ശ്രുതിയാണെങ്കിൽ ഈ സമയം സ്റ്റക്കായി നിൽക്കുന്നതല്ലാതെ ശ്രുതി ഒരക്ഷരം മിണ്ടുന്നില്ല. ശ്രുതിയുടെ കാലിൽ വീണിട്ട് ശ്രുതി പറയുന്നുണ്ടെങ്കിലും ശ്രുതി ഒന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. കാരണം ശ്രുതിയെ പോലും ഇത്രയും നാള് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ശ്രുതി ഈ നിമിഷം പറയുന്നുണ്ട് രവീന്ദ്രനോടായിട്ട്, അച്ഛാ ഞാനിപ്പോൾ ആരുടെ കൂടെയാണ് ജീവിക്കുന്നത്, ഇവളെവിടെ നിന്ന് വന്നവളാണെന്നോ ഇവളാരാണെന്നോ പോലും അറിയാത്ത അവസ്ഥയിലാണ് ഞാനുള്ളതെന്ന് ശ്രുതിയും പറയുന്നുണ്ടല്ലോ. അങ്ങനെ ശ്രുതി സ്റ്റക്കായി നിൽക്കുകയാണ്, ആർക്കും ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥ. ചന്ദ്രമതിയാണെങ്കിൽ കതക് തുറന്ന് ഗേറ്റിന് പുറത്തേക്ക് അങ്ങ് വലിച്ച് തള്ളുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിനെ. പോരഞ്ഞിട്ട് ശ്രുതിയുടെ ഒരു ബാഗ് അവിടെ കിടപ്പുണ്ട്, അത് കാലുകൊണ്ട് തട്ടി തെറിപ്പിച്ച് അങ്ങ് കൊടുക്കുന്നുണ്ട്. ശ്രുതി ഒരുപാട് തവണ ഇതെൻ്റെ വീടാണ്, ഞാനിവിടെ നിന്ന് പോയില്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി എല്ലാവരെയും അകത്ത് കയറ്റിയിട്ട് കഥ കടക്കുകയാണ് ചെയ്യുന്നത്. കുറേ നേരം അവിടെ ഇരുന്ന് ശ്രുതി കരയുന്നുണ്ടെങ്കിലും ഇനി തനിക്ക് ഉടനെ എങ്ങും ആ വീട്ടിലേക്ക് പ്രവേശനമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ശ്രുതി നേരെ പോകുന്നത് മീരയുടെ അടുത്തേക്കാണ്. അങ്ങനെ ശ്രുതിയെ കാണുന്നതും മീര ആകെ അങ്ങ് ഷോക്കാവുകയാണ് കേട്ടോ. എന്താ നിന്റെ ഈ കോലം, നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അപ്പോഴേക്കും ശ്രുതി മിണ്ടാതെ നിന്ന് കരയുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല. എടി നീ കാര്യം പറ, എന്താ സംഭവിച്ചത്, നിന്റെ കള്ളത്തരങ്ങൾ എന്തെങ്കിലും വീട്ടിൽ അറിഞ്ഞോന്നാണ് ആദ്യം മീര ചോദിക്കുന്നത്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതേടി അന്ന് ബീരാനെ കൂട്ടി സച്ചിയും രേവതിയും വീട്ടിലേക്ക് വന്നു. ബീരാനോ? അപ്പോൾ ഞാനും പിടിക്കപ്പെടുവോ? നീ ഒന്ന് ആദ്യം എൻ്റെ കാര്യം കേക്ക്. ബീരാനെ അശോകേട്ടൻ്റെ കല്യാണ വീട്ടിൽ നിന്ന് അവർ നേരെ കൂട്ടിക്കൊണ്ടുവന്ന് സത്യങ്ങളെല്ലാം പറയിച്ചു. ഞാൻ മലേഷ്യക്കാരിയല്ലെന്നും ബീരാൻ എൻ്റെ ഇളയച്ചനല്ലെന്നും എല്ലാ കാര്യവും ബീരാൻ തന്നെ തുറന്നു പറഞ്ഞു എന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ ആദ്യം തന്നെ മീര അങ്ങ് ഷോക്കായി പോവാണ്. എന്ത് ശ്രുതി നീ പറയുന്നത്? അതേടി, എന്നെ ആൻറ്റിയും ശ്രുതിയും എല്ലാവരും കൂടി ചേർന്നിട്ട് ആ വീട്ടിൽ നിന്ന് അടച്ച് പടിയിറക്കി എന്ന് പറയാനേ. അതെ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇതിൻ്റെ വരും വരാഴികയൊക്കെ ചിന്തിക്കണമെന്ന്. അതിന് പിന്നീടും വീണ്ടും നീ ഓരോ കള്ളത്തരങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഈശ്വര, എനിക്ക് പേടിയാവുന്നു. ഇനി സച്ചിൻ രേവതിയും എൻ്റെ നേരേക്ക് വരുമോന്ന്. എൻ്റെ
പൊന്നു മീരെ, ഇപ്പോ ഞാൻ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാതെ നീ ഇപ്പൊ നിന്നെ കുറിച്ച് ഓർത്താണോ ചിന്തിക്കുന്നത്? ആ പിന്നല്ലാതെ, നിന്റെ കൂടെ കൂടി ഓരോ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിന്നിട്ടേ ഇപ്പോ ഞാനാണ് ടെൻഷൻ അടിച്ചിരിക്കുന്നത്. ഇനി ആ സച്ചിയുടെ നേവതിയുടെ എങ്ങാനും മുന്നിൽപ്പെട്ടാൽ എൻ്റെ അവസ്ഥ എന്താവും ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷനെ. എന്നാ ശ്രുതി പറയുന്നുണ്ട്, അതെ, നീ എന്തായാലും അത് ഓർത്തിട്ടൊന്നും പേടിക്കണ്ട. നിന്നെ അവരൊന്നും ചെയ്യാനും പോകുന്നില്ല. എന്തായാലും എനിക്ക് ശ്രുതിയുടെ കൂടെ ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. ഇനി ആരെങ്കിലും കൊല്ലാനാണെങ്കിൽ അതിനും എനിക്ക് മടിയില്ലെന്നേ. അപ്പോഴേക്കും നീരജ് പറയുന്നുണ്ട്, ശ്രുതി നീ എന്തൊക്കെയായി പറയുന്നത്? എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, ശ്രുതിയെ സമാധാനമായിട്ട് എവിടെയെങ്കിലും വെച്ച് ഒന്ന് കണ്ടിട്ട് നീ നിന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ പറ. ശ്രുതിക്ക് നിന്നോട് യഥാർത്ഥത്തിൽ ഇഷ്ടമുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവില്ലേ? അങ്ങനെയൊന്നും അല്ല മീരെ. ആൻറ്റി പറയുന്നത് ശ്രുതി കേൾക്കൂ. ശ്രുതി എന്നെ അത്രയും അടി ആൻറ്റി അവിടെ ഇട്ട് അടിച്ചിട്ട് ശ്രുതി ഒരു വാക്ക് പറഞ്ഞില്ല. ഓ, ശ്രുതി വാക്ക് പറയാത്തതിലാണോ നിനക്ക് വിഷമം? അപ്പോ നീ ശ്രുതിയോട് ചെയ്തതോ? ഒരു ഭാര്യ ഏത് നാട്ടുകാരിയാണെന്നോ എവിടെ നിന്നോ ആണെന്നോ പോലും അറിയാതെ ഇത്രയും നാൾ നിന്റെ കൂടെ ജീവിച്ചിട്ട് ആ സത്യം അറിയാവുന്ന നിമിഷം ശ്രുതിയുടെ അവസ്ഥ നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മീരെ, എനിക്കിപ്പം മറ്റാരെക്കുറിച്ചും ഒന്നും അറിയണ്ട. എനിക്ക് എൻ്റെ ജീവിതമാണ് വലുത്. എനിക്കിനിയും മറ്റൊരു നശ്യ ജീവിതത്തിലേക്ക് പോകണമെന്നില്ല. എൻ്റെ ആദിയെ പോലും ഉപേക്ഷിച്ചിട്ട് ഞാനിപ്പോൾ ഈ കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ് ഇത്രയും ചെയ്തു കൂട്ടിയത് എനിക്ക് ശ്രുതിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ മറ്റെന്തും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മീര പറയുന്നുണ്ട്, കല്യാണി, ഇനിയിപ്പോൾ നിന്റെ എല്ലാ കാര്യങ്ങളും നീ സത്യം പറയുന്നതായിരിക്കും നല്ലത്. ഇനി ഓരോന്നോരോന്ന് അഴിഞ്ഞു വീണാൽ വീണ്ടും നീ ചെയ്തു കൂട്ടുന്നത് വലിയ തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി ഇതൊന്നും കേൾക്കാൻ കൂടി കൂട്ടാക്കുന്നില്ല കേട്ടോ. ഇനി നീ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞിട്ട് വാശിയിലാണ് കേട്ടോ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. പിന്നീടായിട്ട് കാണിക്കുന്നത് ചന്ദ്രോദയത്തിലാണ്. അങ്ങനെ ചന്ദ്രമതി ആകെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം രവി വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ചന്ദ്രേ, നീ ആ പെൺകുട്ടിയെ നമ്മുടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കേണ്ടിയിരുന്നില്ല. പിന്നെ രവിയേട്ടൻ എന്താ പറയേണ്ടത്? ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞ് എൻ്റെ തലയിൽ മുളകരച്ചിട്ടാ അവൾ ഈ വീട്ടില് മലേഷ്യക്കാരിയാണെന്നും പറഞ്ഞ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവളെ ഞാൻ ഇനി എന്ത് ചെയ്യണം? ഇനി എന്തായാലും അവളെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറ്റത്തുമില്ല. എൻ്റെ മോൻ്റെ നിഴല് പോലും ഞാൻ അവളുടെ അടുത്തേക്ക് അടുപ്പിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ രേവതി പറയുന്നുണ്ട്, അമ്മേ, എന്നാലും ശ്രുതിയുടെ വീട് എവിടെയാണെന്നോ യഥാർത്ഥത്തിൽ ശ്രുതിക്ക് ആരോ ഉള്ളതെന്നോ ഒന്നും നമുക്കറിയില്ലല്ലോ. ശ്രുതി ഇപ്പൊ എവിടേക്ക് പോവാനാ? ഇനി ശ്രുതി എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ? എനിക്ക് പേടിയാവുന്നു പറയുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി, നീ ഇത്രയ്ക്കങ്ങും പാവമാകല്ലേ. ആ പാർലറായിട്ടത്തി ഇത്രയും വലിയ കുബുദ്ധികളൊക്കെ കാട്ടി കൂട്ടിയിട്ടുണ്ടെങ്കിലേ അവൾ അങ്ങനെയൊന്നും പോയി ചാകാനൊന്നും പോകുന്നില്ല. അവൾ അടുത്തത് എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ പോയിരിക്കുമായിരിക്കുന്നേ. എന്നാ രവി പറയുന്നുണ്ട്, സച്ചി, ആ പെൺകുട്ടി ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണ്. എന്നാലും ശ്രുതി വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയല്ലേ അവള്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ ശിക്ഷിക്കണം. അവളുടെ വീട്ടുകാരെ ആരാണെന്ന് അറിയിച്ചിട്ട് അതിനുള്ള നടപടി എടുക്കണം. ഇപ്പോ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത് ശരിയായില്ലെന്നേ. അപ്പോ രവി പറയുന്നുണ്ട്, ശ്രുതി, എന്തായാലും അവള് നിന്റെ ഭാര്യയാണ്, നീ പോയി കൂട്ടിയിട്ട് വന്നേ. അങ്ങനെ ഇല്ലച്ചാ, അമ്മ പറയുന്നതേ എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രവി കുറേ നിർബന്ധിച്ച് ശ്രുതി എന്തെങ്കിലും അത്യാഹിതം ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ശ്രുതിയുടെ മനസ്സൊരല്പം മാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും, എവിടേക്കാടാ, മര്യാദയ്ക്ക് റൂമിൽ കയറിപ്പോക്കോ. അവള് പോയവളാണെങ്കിലേ അവളെങ്ങും പോകാൻ പോകുന്നില്ല. ഇത്രയും കള്ളത്തരങ്ങൾ ഒപ്പിച്ചവള് അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവളെ എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയാം. ഇവളെ എൻ്റെ കയ്യിലേക്ക് എത്തിച്ചു തന്നത് ഭാമയല്ലേ. അവൾ ആരാണെന്നും അവളുടെ ഉദ്ദേശം എന്താണെന്നും ഭാമയിൽ നിന്ന് തന്നെ ഞാൻ അറിഞ്ഞോളാന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങ് ശ്രുതിയെ കയറ്റി വിടുന്നുണ്ട്. ഈ സമയം സച്ചിയും പറയുന്നുണ്ട്, അതേച്ചാ, ഭാമയാൻറ്റി അല്ലേ അമ്മയ്ക്ക് മലേഷ്യക്കാരിയാണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തത്. ഭാമയാൻറ്റി എന്തായാലും അറിഞ്ഞുകൊണ്ട് നമ്മളോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഭാമയാൻറ്റിയോട് ചോദിച്ചാൽ അറിയാമല്ലോ
അവളുടെ ഒറിജിനൽ വീട് എവിടെയാണെന്നൊക്കെയെന്നും പറഞ്ഞിട്ട് സച്ചിയും പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒറ്റ പോക്കാണ് കേട്ടോ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ചന്ദ്രൻ നീ ഭയങ്കര ദേഷ്യത്തിലാണുള്ളത്, ഇപ്പം നീ എവിടേക്കും പോകണ്ട. ഇല്ല രവിയേട്ടാ, എനിക്ക് ഭാമേനെ ഒന്ന് കാണണം, ഞാനിപ്പം തന്നെ വന്നോളാന്നും പറഞ്ഞിട്ട് നേരെ ഭാമയുടെ അടുത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എന്നാലും എനിക്കിപ്പോൾ എന്തോ ഒരു കുറ്റബോധം തോന്നുന്നു. എന്താ രേവതി, നിനക്കെന്താ ഇപ്പോൾ കുറ്റബോധം തോന്നാൻ? അതല്ല സച്ചിയേട്ടാ, ഇപ്പം നമ്മൾ കാരണമല്ലേ ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ശ്രുതിനെ ഇവിടെ നിന്ന് അമ്മ ഇറക്കി വിടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്രയും കള്ളത്തരങ്ങൾ കണ്ടപ്പോൾ അച്ഛനെ ചതിക്കാൻ തോന്നിയില്ല. അത് വന്ന് പറയണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിനെന്തെങ്കിലും ശിക്ഷ കിട്ടട്ടെ എന്ന് വിചാരിച്ചുള്ളൂ. ഒരിക്കലും ഇങ്ങനെ അമ്മ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ലെന്നേ. രേവതി, ഇങ്ങനെ ചെയ്തവളെ പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ ഞാനും വിചാരിച്ചില്ല ഇവിടെ നിന്ന് അമ്മയെ ഇറക്കി വിടുമെന്ന്. എന്തായാലും നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? ആ പാർലറെടുത്തി ചെയ്തു കൂട്ടിയതും ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ അച്ഛനെയും നമ്മളെയും കബളിപ്പിച്ചിട്ട് വലിയ മലേഷ്യക്കാരി ചമഞ്ഞ് ഇവിടെ നിന്നതല്ലേ. അവളെ ഇച്ചിരി അനുഭവിക്കട്ടേനെ. എന്നാലും സച്ചിയേട്ടാ, ഇവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ എനിക്കത് വല്ലാത്ത വിഷമമായി. എൻ്റെ രേവതി, ഇതൊന്നും അല്ല. അവൾ ഇനി പറഞ്ഞു വെച്ചിരിക്കുന്നതും ചെയ്തിരിക്കുന്നതും ഒക്കെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നതേ പൗഡർ ഏട്ടത്തി വലിയൊരു കള്ളത്തരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യനാണെന്നാണ്. സച്ചിയേട്ടൻ്റെ തമാശയൊന്ന് നിർത്ത്. എന്നാലും ശ്രുതി ഈ വീട്ടിൽ നിന്ന് പോയതിൻ്റെ കാരണം നമ്മളാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. രേവതി, ഇപ്പം നമ്മൾ അത് വന്ന് അറിഞ്ഞ കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ അച്ഛനെ വഞ്ചിക്കുന്നതിന് തുല്യമല്ലേ. എന്തിനെ? അച്ഛനെ മാത്രം ഓർത്തിട്ടാണ് ഈ പൗഡർ എടുത്തിയുടെ കള്ളത്തരം മുഴുവൻ നമ്മളിവിടെ വന്ന് പറഞ്ഞത്. പിന്നെ അതിനകത്ത് ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നീ കിടന്ന് ഉറങ്ങാൻ നോക്കെന്നും പറഞ്ഞ് സച്ചിൻ്റെ ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് കിടക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ രേവതിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കവേ വരുന്നില്ല. എന്നാലും സച്ചിയേട്ടാന്ന് പറയുമ്പോൾ, രേവതി ഇനി ഒരക്ഷരം മിണ്ടിയാൽ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സച്ചി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയും മിണ്ടാതെ അങ്ങ് കിടക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ നേരെ ഭാമയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഭാമ ചെന്ന് ചന്ദ്രമതിയെ കാണുമ്പോഴേ ഭയങ്കര സന്തോഷത്തിലിങ്ങനെ ഓടി വരികയാണ് കേട്ടോ. എന്താ ചന്ദ്രൻ, കുറേ ദിവസമായിട്ട് നിന്നെ ഇങ്ങോട്ടേക്കൊന്നും കാണാനില്ലല്ലോ. അശോകന്റെ വീട്ടിലെ വിവാഹമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഭാമേ, ഇപ്പം നിന്നോടെ ഞാൻ വിശേഷങ്ങളൊന്നും പറയാനല്ല വന്നത്. നീ ഇങ്ങോട്ടേക്ക് വന്നേ, എനിക്ക് നിന്നോട് രണ്ട് സംസാരിക്കാനുണ്ടെന്നേ. ചന്ദ്രമതി ആകെ ദേഷ്യത്തിലാണെന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ ഭാമയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ ചന്ദ്രേ, നീ സച്ചിയോടും രേവതിയോടും വല്ലോ വഴക്കിട്ട് വന്നതാണോ? അതോ രവിയേട്ടനോട് പ്രശ്നം ഉണ്ടാക്കിയോന്നേ? അതെ, സച്ചിൻ രേവതിയൊന്നും അല്ല ഇപ്പം പ്രശ്നം. എൻ്റെ പ്രശ്നം നീയാണെന്ന് പറയാണേ. ചന്ദ്രേ, നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ എന്ത് ചെയ്തു? നിന്നെ കുറച്ച് ദിവസമായിട്ട് കാണാൻ പോലും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ നിന്നെ? അതെ, നീ കൂട്ടിക്കൊണ്ടുവന്നോലോ മലേഷ്യക്കാരി പെരുങ്കള്ളി ഉണ്ടല്ലോ, അവൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനിന്ന് അടിച്ചു പുറത്താക്കിയിട്ടാ വരുന്നേന്നേ. എന്താ ചന്ദ്രേ, നീ എന്താ പറയുന്നത്? നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകളായ ശ്രുതിയെ നീ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്നോ? ദേ ഈ ചന്ദ്രേ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എൻ്റെ ഭാമേ, ഇനിയും നീ എന്നെ ഇങ്ങനെ കുത്തി നോവിപ്പിക്കല്ലേ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകൾ പോലും അവൾ ആരാണെന്നേ ഞാൻ സത്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടാ വന്നത്. നീയല്ലേ അവളെ എനിക്ക് പരിചയപ്പെടുത്തിയത്. വലിയ മലേഷ്യക്കാരിയാണ്, കോടീശ്വരിയാണെന്നും പറഞ്ഞ് എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെക്കാനും വേണ്ടി നിന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തേന്നേ? ചന്ദ്രൻ, നീ എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തു എന്നാ? ശ്രുതി മലേഷ്യക്കാരി അല്ലെന്നാണോ നീ പറയുന്നത്? അതേടി, എന്തായാലും നിനക്കറിയാതെ മറ്റൊന്നും നടക്കില്ലല്ലോ. അവൾ ആരാ? അവൾ എവിടുത്തെ കാര്യാ? നീ തന്നെ എന്നോട് ഈ സത്യങ്ങളൊക്കെ പറയണമെന്ന് പറയണേ. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ, എനിക്കറിയാലോ, നിനക്കറിയാവുന്നതുപോലെ തന്നെയാണ് എനിക്കും ശ്രുതി അറിയാവുന്നത്. പിന്നെ എനിക്കൊരിക്കൽ മസാജ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചപ്പോഴാണ് അവൾ മലേഷ്യക്കാരിയാണെന്ന് അവൾ തന്നെ എന്നോട് പറഞ്ഞത്. പിന്നെ ശ്രുതിയെ കണ്ടപാടെ ഞാനല്ലല്ലോ, നീയല്ലേ എൻ്റെ മകന് ചേരും, ഇത്ര വലിയ കോടീശ്വരിയാണ്, എൻ്റെ ശ്രുതിക്ക് വേണ്ടി ജനിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അവളെ നീ പോയി വിവാഹം കഴിച്ചു കൊടുത്തത്. അതിന് ഞാൻ എന്താ തെറ്റ് ചെയ്തത്?
മാമേ, നീയാണ് എനിക്ക് അവളെ പരിചയപ്പെടുത്തി തന്നത്. നീയല്ലേ പറഞ്ഞത് മലേഷ്യക്കാരിയാണെന്നൊക്കെ ഉള്ളത്. ദേ ചന്ദ്രേ, ആവശ്യമില്ലാത്ത കേസിനെ എന്നെ പിടിച്ചിടരുത്. ഞാൻ നിന്നെ ശ്രുതിയെ പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ. നിന്റെ മകനെ കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞോ? അവളേതോ കോടീശ്വരിയാണെന്ന് കേട്ടപ്പോഴേ നിന്റെ മകന് കല്യാണം കഴിച്ചു കൊടുക്കാന്നും പറഞ്ഞ് നീ തന്നെയാ കൂട്ടിക്കൊണ്ടു പോയത്. ഇപ്പോ എന്താ ഉണ്ടായത്? എന്തുണ്ടാകാൻ? അവള് കൂട്ടിക്കൊണ്ടുവന്ന ഇളയച്ചനാണെന്നും പറഞ്ഞ് കൊണ്ടുവന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ നാടകക്കാരനാണത്രേ. നാടകക്കാരനാണെങ്കിലും വേണ്ടില്ല, അവന് ഇവിടെ എവിടെയോ ഉള്ള ഒരു ഇറച്ചി വെട്ടുകാരനാണ്. ഇതെല്ലാം നീ എങ്ങനെ ഇപ്പൊ അറിഞ്ഞത്? അതെ, ആ അശോകന്റെ മരുമകൻ ഫെബിന്റെ അമ്മാവനാണ് അയാള്. അയാളെ കയ്യോടെ കൂടി സച്ചിയും രേവതിയും കൂട്ടിക്കൊണ്ടുവന്ന് സത്യങ്ങളെല്ലാം വീട്ടില് ഇപ്പൊ പറയിപ്പിച്ചു. ഞാൻ അവളെ അടിച്ചിറക്കി വിട്ടിട്ടുണ്ട്. ഇനി എൻ്റെ മകന്റെ അയൽവക്കത്ത് പോലും അവളെ ഞാൻ അടുപ്പിക്കില്ല എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ, നീ എന്താ ചെയ്തത്? എന്നാലും ആ പെൺകുട്ടീനെ അങ്ങനെ ഇറക്കി വിടേണ്ടിയിരുന്നില്ല. പിന്നെ ഞാൻ എന്തു വേണമെന്നാ നീ പറയുന്നത്? അവൾ ഇത്രയും നാള് ഞാൻ തലയിൽ ഏറ്റിവെച്ചുകൊണ്ട് നടന്നു. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകൾ എന്ന് ഒരു ദിവസം 1000 വട്ടമെങ്കിലും പറഞ്ഞു. ഇപ്പൊ ഞാൻ ആ രേവതിയുടെ മുമ്പിലും രവിയേട്ടന്റെ മുമ്പിലും ഒക്കെ തല ഉയർത്താൻ പറ്റാത്ത അവസ്ഥയിലാണ്. ആ വീട്ടിൽ പോലും എനിക്ക് ഇരിക്കാൻ വയ്യാതെയാ ഞാൻ നിന്നോട് ചോദിക്കാൻ വേണ്ടി വന്നാന്ന് പറയുന്നുണ്ടേ. അതല്ല ചന്ദ്രേ ഞാൻ പറയുന്നത്, നീ ഒന്ന് മനസ്സിലാക്ക്. ഇനി ആ ശ്രുതി പോയി എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ? അതിനുത്തരവാദി നീയാണെന്ന് പറയില്ലേ? പിന്നെ അതിന്റെ പുറകെയെല്ലാം നീ നിന്റെ മകനും നടക്കേണ്ടി വരില്ലേ? എന്റെ ചന്ദ്രേ, ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാലും എല്ലാവർക്കും ഷോക്കാവുന്നറിയാം. എന്നാലും ഇത് നീയൊന്ന് കുറച്ച് മയത്തിൽ കൈകാര്യം ചെയ്യണ്ടായിരുന്നോ? ശ്രുതിയെ പതുക്കെ നിനക്ക് ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്രയാണെങ്കിൽ ഇതിലൊന്നും തണുക്കുന്നില്ല. അവൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്തോട്ടെ, ഇനി ഞാനും അവളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് പറയുന്നുണ്ട്. ചന്ദ്രേ, നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മകന്റെ ഭാര്യയാണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എന്തിന്? നീ പോകുന്നിടത്തെല്ലാം എൻ്റെ മരുമകൾ, എൻ്റെ മലേഷ്യക്കാരി മരുമകൾ എന്ന് നീ തന്നെയല്ലേ പരിചയപ്പെടുത്തിക്കൊണ്ട് നടന്നത്. ഇനി അവൾ എന്തെങ്കിലും ചെയ്താലും അത് നിനക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. എന്നാലും ഭാമേ, അത് നീ എന്നെ പേടിപ്പിക്കാതെ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. എന്നാ ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ, വേറൊരു വശം കൂടിയുണ്ട്. ആ ശ്രുതി നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് ചെല്ലുന്നെങ്കിലും ഇപ്പോഴേ ഗാർഹിക കുറ്റമൊന്നും ഭർത്തൃവീട്ടിലെ പീഡനമൊന്നും ഒക്കെ പറഞ്ഞേ ഒരു കംപ്ലൈന്റ് കൊടുത്താല് ഭർത്താവും അമ്മായിയമ്മയും അറസ്റ്റിലാ. പിന്നെ അഴിയെണ്ണേണ്ട വരും. അഴിയെണ്ണുക മാത്രമല്ല, ലക്ഷങ്ങൾ കെട്ടിവെക്കേണ്ടിയും വരുമെന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. എന്റെ ഭാമേ, നീ ഇതെല്ലാം കൂടി പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പേടിപ്പിക്കാതെ. അത് ഞാൻ നിന്നെ പേടിപ്പിച്ചതല്ല ചന്ദ്രേ. എന്തായാലും ശ്രുതിയെ നീ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കേ. അവളെ വീട്ടിൽ കൊണ്ടുപോവാ. അതിനുശേഷം നിനക്ക് താല്പര്യമില്ല, നിന്റെ മകന് വേണ്ടെന്നുണ്ടെങ്കിലേ അവളെ നൈസായിട്ട് ഒഴിവാക്കാൻ നോക്ക്. അല്ലാതെ നീ ഇങ്ങനെ ചെയ്തത് ശരിയായില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവുന്നത്. മനസ്സിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാ ചന്ദ്രേ, ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് ഭാമേ, ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട്. ചന്ദ്രേ, നീ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോ. ഓ, അല്ലെങ്കിൽ തന്നെ ഒരുത്തി ആ വീട്ടിലോട്ട് കയറ്റിക്കൊണ്ട് വന്നിട്ട് ഞാനിപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഇനി നീ തന്നെ അങ്ങിരുന്ന് കുടിച്ചോന്നും പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. രേവതിയാണെങ്കിൽ ഒരു പൂവ് കൊടുക്കാനുള്ള ഓർഡറുമായിട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. എന്താ ചേച്ചി, വീട്ടിലെ വിശേഷങ്ങളൊക്കെ സച്ചിയേട്ടൻ പറഞ്ഞറിഞ്ഞല്ലോ എന്ന് ദേവു പറയുന്നുണ്ട്. അതെ, അതിന് നിനക്കെന്താ ഇത്ര സന്തോഷം? അതെ, വലിയ മലേഷ്യക്കാരിയാണ്, വലിയ കോടീശ്വരിയാണെന്നും പറഞ്ഞേ ആ ശ്രുതിയെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുമല്ലായിരുന്നോ ചേച്ചിയുടെ അമ്മായിയമ്മ? എൻ്റെ ചേച്ചീനെ കുറേയിട്ട് നോവിച്ചതല്ലേ, പണക്കാരിയല്ലെന്നും അഭിമാനം ഇല്ലാത്തവളാണെന്നും ഒക്കെ പറഞ്ഞ്. ഇപ്പൊ എന്തായിന്നേ? ദേവു, ഒരാൾക്ക് വിഷമം വരുമ്പോൾ സന്തോഷിക്കുന്നത് നമുക്കത്ര നല്ലതല്ലെന്ന് രേവതി പറയുന്നുണ്ട്. എന്നാൽ ലക്ഷ്മിയമ്മയും പറയുന്നുണ്ട്, അതെ ദേവു, എന്തായാലും മറ്റൊരാളുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നവരാവില്ല നമ്മള്. എൻ്റെ അമ്മേ, എൻ്റെ ചേച്ചീനെ ഇത്രയും വിഷമിപ്പിച്ചവര്
സങ്കടപ്പെടുമ്പോൾ അവരുടെ കൂട്ടത്തിൽ സങ്കടപ്പെടാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ അതിനകത്ത് സന്തോഷിക്കുക തന്നെ ചെയ്യും. എന്തൊക്കെയായിരുന്നു ഒരു മലേഷ്യക്കാരിയും കോടീശ്വരിയും അവരും അവരുടെ ഒരു അഹങ്കാരവും. എന്തായാലും അത് ദൈവം തന്നെ കൊടുത്താണെന്ന് ദേവു പറയുന്നുണ്ട്. ഈ സമയം ശരത്തും പറയുന്നുണ്ട്, അതെ, ദേവുവിന്റെ ഭാഗത്ത് തന്നെയാണ് ഞാനും. എന്തായാലും അവള് കുറെ കാട്ടിക്കൂട്ടിയതല്ലേ. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവള് കോടീശ്വരി ഒന്നും അല്ലെന്ന്. ആന്റണി ചേട്ടൻ്റെ അടുത്ത് പലതവണ പലിശയ്ക്ക് പൈസ മേടിക്കാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളായിട്ട് എന്തെങ്കിലും പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ എന്ന് ശരത്തും പറയുന്നുണ്ട്. ലക്ഷ്മിയമ്മ അപ്പോൾ രേവതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, എന്നാലും ആ പെൺകുട്ടി എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? അതൊന്നും അറിയില്ലമ്മേ. ഇപ്പൊ ഞങ്ങള് കല്യാണത്തിന് പോയതുകൊണ്ട് ചെറിയച്ഛനാണെന്നും പറഞ്ഞ് അയാളെ കൂട്ടിക്കൊണ്ടു വന്നതുകൊണ്ട് ഞങ്ങള് സത്യങ്ങളെല്ലാം അറിഞ്ഞു. എന്നാലും അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി, ഒരുപാട് അടി കൊടുത്തു. ഇതെല്ലാം കണ്ടിട്ടും സച്ചിയേട്ടൻ്റെ ഏട്ടനാണെങ്കിൽ സ്റ്റക്കായി നിൽക്കുമായിരുന്നോന്നേ. എന്ത് ചെയ്യാനാ മോനെ? അവനാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ സച്ചിയുടെ അത്രയും വിവരവും വിവേകവും ഒന്നും ഇല്ലല്ലോ. ഈ പണം പണം എന്നും പറഞ്ഞിട്ട് അവൻ്റെ അമ്മ പറഞ്ഞു പഠിപ്പിച്ചത് മാത്രമേ അവനും ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ ഇത്രയും നാൾ കൂടെ കഴിഞ്ഞ പെൺകുട്ടി ആരാണെന്ന് പോലും അറിയാത്ത അവസ്ഥ, മറ്റുള്ളവരുടെ എല്ലാം മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട വരുന്ന അവസ്ഥ, അത് മറ്റൊന്ന് തന്നെയല്ലേന്ന് ലക്ഷ്മിയമ്മയും പറയുന്നുണ്ട്. എന്നാലും അമ്മേ, ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാ ഒരു കുടുംബത്തിൽ വന്നിട്ട് ഇത്രയും കള്ളത്തരങ്ങൾ കാണിക്കാൻ കഴിയുന്നതെന്നാ ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഞാനും സച്ചിയേട്ടനും അല്ലേ അത് കണ്ടുപിടിച്ചു കൊടുത്തത്. അതുകൊണ്ട് എനിക്കൊരു വിഷമം, ഞങ്ങൾ കാരണമാണോ അവൾ വീട് വിട്ട് ഇറക്കിപ്പോയതെന്ന്. എന്നാ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോളെ, എന്തായാലും നിങ്ങൾ ആ സത്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ പിന്നെയും രവിയേട്ടനെ വഞ്ചിക്കുന്നതിന് തുല്യമല്ലേ. നിങ്ങൾ ചെയ്തത് തന്നെയാണ് ശരി. പിന്നെ ആ പെൺകുട്ടിയെ വീട് വിട്ട് ഇറക്കി വിട്ടതിനോട് അമ്മയ്ക്ക് യോജിപ്പില്ല. എന്തായാലും ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇത്രയും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു വന്നത്. ഇനി എന്തൊക്കെയാണ് മനസ്സിലുള്ളതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതാ അമ്മേ, എന്തൊക്കെയോ പറയാനുണ്ടെന്ന് ശ്രുതി പലതവണ പറഞ്ഞു. എന്നാ അതൊന്നും കേൾക്കണ്ടെന്നും പറഞ്ഞ് അമ്മ അടിച്ചിറക്കുമായിരുന്നോന്നേ. എന്നാലും മോൾ എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചിട്ട് അവരെ ഒന്നിപ്പിക്കാൻ നോക്കും. ഒരു പെൺകുട്ടിയല്ലേ, അവളുടെ ജീവിതം നശിച്ചു പോകാൻ പാടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി അമ്മയും പറയുന്നുണ്ട്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, ഇത് തന്നെയാണ് ഈ അമ്മയുടെ അതേ സ്വഭാവമാണ് ഈ ചേച്ചിക്ക് കിട്ടിയേക്കുന്നത്. നിങ്ങൾ വലിയ പാവം കളിക്കാൻ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറ്റിക്കാനും വഞ്ചിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ചുറ്റിനും ആളുകൾ കൂടുന്നത്. നമ്മുടെ കാര്യങ്ങൾക്ക് അല്പം നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക കൂടി വേണം. ഇപ്പോൾ എൻ്റെ രേവതി ചേച്ചി ആ വീട്ടിൽ വലിയ ഹീറോ അല്ലേ. പണമില്ലെങ്കിൽ എന്താ, കള്ളത്തരം ഒന്നുമില്ലാതെ അന്തസ്സായിട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് നിൽക്കുന്ന എൻ്റെ ചേച്ചി തന്നെയാണ് എന്ന ഹീറോ എന്ന് ദേവു പറയുന്നുണ്ട്. എടി മതിയടി, നീ എന്നെ കൂടുതൽ പുകഴ്ത്തല്ലേ. പുകഴ്ത്തിയതൊന്നുമല്ല ചേച്ചി, ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളെ ഇത്രയും നല്ലതായിട്ട് നോക്കിയിട്ട് എൻ്റെ രേവതി ചേച്ചിയും സത്യസന്ധതയോട് കൂടി ജീവിക്കുന്നില്ലേ. ഇതാണ്, പണമൊന്നുമല്ല, അന്തസ്സ് തന്നെയാണ് ഏറ്റവും വലുതെന്ന് പറയുന്നതെന്ന്. അങ്ങനെ ദേവുവിനെ കെട്ടിപ്പിടിച്ചിട്ട് രേവതിയും ഹഗ് ചെയ്തിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ, ശരി സച്ചിയേട്ടൻ ചോറുണ്ണാൻ വരും, ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ടാണ് രേവതി അവിടെ നിന്ന് പോകുന്നത്. ഈ സമയം സുധിയാണെങ്കിൽ റൂമിൽ നിന്നൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നേ ഇല്ല കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പോലും ഇറങ്ങുന്നില്ല, റൂമിൽ തന്നെ അടച്ചിരിക്കുകയാണ്. ഈ സമയം രവി പറയുന്നുണ്ട്, ചന്ദ്രേ, നീ അവനോടൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പറ. എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള മടിയൊക്കെ കാണും, എന്നാലും ഷോറൂമിലേക്കൊന്ന് പോകാൻ പറ. എന്തായിരിക്കും അവിടുത്തെ അവസ്ഥയെന്നൊക്കെ അറിയാലോ എന്നേ. രവിയേട്ടാ, സുധിയുടെ അവസ്ഥ കണ്ടില്ലേ, ഇനിയിപ്പോ ഞാൻ എന്ത് പറഞ്ഞാ അവനെ സമാധാനിപ്പിക്കുക? ചന്ദ്രേ, ഇത് നീ മുന്നേ ആലോചിക്കേണ്ടതായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണം പണം എന്നും പറഞ്ഞിട്ട് ആളുകളെ അളക്കാൻ നിൽക്കരുതെന്നും പണത്തിന്റെ പിറകെ ഓടല്ലെന്നും. ഇപ്പോ നീ നിന്റെ മകനും പഠിപ്പിച്ചു കൊടുത്തത് ഇത് തന്നെ ആയില്ലേ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ദുഃഖിക്കേണ്ടി വരുന്നതെന്നേ. രവിയേട്ടാ, ഇങ്ങനെയുള്ള സമയത്ത് മനുഷ്യനെ കുത്തി നോവിക്കല്ലേ. എൻ്റെ മോനെ ഞാൻ നല്ല രീതിയിൽ തന്നെയാ വളർത്തിയത്. പിന്നെ ആ വഞ്ചകി, ആ കള്ളി എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്ന് കയറുമെന്ന് കരുതിയില്ലല്ലോ. അതിന് എന്താ വേണ്ടേന്നേ?
എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മോൻ എവിടെയും തോറ്റുപോകില്ലെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ശ്രുതിയെക്കായാലും വലിയൊരു പണക്കാരിയെ തന്നെ നോക്കി ഞാൻ എൻ്റെ മോന് വിവാഹം കഴിച്ചു കൊടുക്കുമെന്നേ. ഈ സമയം രവി പറയുന്നുണ്ട്, ചന്ദ്രൻ എത്ര കിട്ടിയാലും നീ ഒന്നും നന്നാവില്ലല്ലേ. പണ്ടുള്ളവർ പറയുന്ന കേട്ടിട്ടുണ്ട്, 12 കൊല്ലം പട്ടിയുടെ വാല് കുഴലിലിട്ടാലും നിവരില്ലെന്നുള്ളത്. ഇത് തന്നെയാണ് നിന്റെയും സ്വഭാവം എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഈ സമയം ചന്ദ്ര പറയുന്നുണ്ട്, അല്ല രവിയേട്ടൻ പോയിട്ട് അവനെ ഒന്ന് വിളിക്ക്, അവനോട് ഷോറൂമിലേക്കൊന്ന് പോകാൻ പറ. അതെ, നീയും നിന്റെ മോനും കൂടിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്താൽ മതി. ഇത്രയും നാള് എല്ലാ കാര്യവും അങ്ങനെ ആയിരുന്നല്ലോ എന്നും പറഞ്ഞിട്ട് രവി അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ പോയിട്ട് ശ്രുതിയെ വിളിക്കുന്നുണ്ടെങ്കിലും ശ്രുതി റൂം തുറക്കുന്നില്ല കേട്ടോ. മോനെ, അമ്മയൊരു കാര്യം പറയട്ടെ, നീ ഒന്ന് തുറക്കെന്ന് പറയുമ്പോഴേക്കും ശ്രുതി വന്നിട്ട് ഡോറ് തുറന്നിട്ട് മിണ്ടാതെ പോയി കട്ടിലിൽ ഇരിക്കുകയാണ്. എടാ, നീ ഇപ്പൊ ഇത്ര വിഷമിക്കാനും വേണ്ടി എന്താ ഇരിക്കുന്നത്? അവളും മലേഷ്യക്കാരിയല്ലെന്ന് അറിഞ്ഞു. അമ്മയ്ക്ക് ചെറിയൊരു അബദ്ധം പറ്റിയതല്ലേ. അവള് പറഞ്ഞതെല്ലാം നമ്മൾ വിശ്വസിച്ചു പോയി. അവളെ അത്രമാത്രം സ്നേഹിച്ചു പോയി. എന്തായാലും മോൻ അത് വിഷമിക്കാതിരിക്കെ. അവളെക്കായാലും വലിയ കോടീശ്വരിയെ തന്നെ കണ്ടുപിടിച്ച് എൻ്റെ മോന് അമ്മ വിവാഹം നടത്തി തരും. പിന്നെ ഷോറൂമിലേക്കൊക്കെ ഒന്ന് പോകണ്ടേ? അവിടെ ബാക്കി മോൻ വലിയ ബിസിനസ്മാൻ ആവേണ്ടതല്ലേ? അതൊക്കെയാണ് അമ്മയുടെ ലക്ഷ്യം. മോൻ എഴുന്നേറ്റ് ഷോറൂമിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. ഇല്ലമ്മേ, ഇനി ഞാൻ അവിടെയുള്ളവരുടെ മുഖത്തൊക്കെ എങ്ങനെ നോക്കും? സച്ചിൻ്റെ രേവതിയുടെയൊക്കെ നോട്ടവും ചിരിയും ഒക്കെ കാണുമ്പോൾ എൻ്റെ ചങ്ക് തുളച്ചു കയറുന്നമ്മേ. അവൾ എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അമ്മേ, ഞാൻ ശ്രുതിയെ അത്രമാത്രം സ്നേഹിച്ചു, അത്രത്തോളം ഞാൻ വിശ്വസിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. മോനെ, ഈ അമ്മയും അങ്ങനെ തന്നെ അല്ലായിരുന്നോ? മറ്റു മരുമക്കളെക്കായാലൊക്കെ ഞാനും അവളെ സ്നേഹിച്ചില്ലേ? എന്ത് ചെയ്യാനാ? നമ്മൾ ഇത് ഓർത്തിരിക്കാൻ പറ്റുമോ? എൻ്റെ മോൻ ചെന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി വാന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട്. അമ്മേ, എനിക്കിപ്പോൾ ഒന്ന് ഒറ്റയ്ക്കിരിക്കണം, അമ്മ ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകുന്നു പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ ചന്ദ്രമതി അങ്ങ് ഇറക്കി വിടുകയാണ് കേട്ടോ. ചന്ദ്രമതി ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ്. ശ്രുതിയുടെ ആ ഒരു ഇരിപ്പും വിഷമവും ഒക്കെ കണ്ടിട്ട് ശ്രുതിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഇനി ഭാമ പറഞ്ഞതുപോലെ ശ്രുതി എന്തെങ്കിലും പോയി ഒപ്പിക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചിങ്ങനെ ചന്ദ്രമതിയും ഫുഡ് പോലും കഴിക്കാതെ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തില് പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴേക്കും പോലീസുകാരിക്കുന്നുണ്ട്. എന്താ വേണ്ടത്? എനിക്ക് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനുണ്ടെന്നേ. അപ്പോഴേക്കും SI സാർ ഇപ്പോൾ വരും, നിങ്ങൾ അവിടെ ഇരുന്നോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ വന്ന ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, സാർ, എനിക്ക് നീതി വേണം. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എന്നെ അടിച്ചിറക്കി, അവരെന്നെ ഒരുപാട് ദ്രോഹിച്ചു സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. അങ്ങനെ ശ്രുതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് വണ്ടി നമ്മുടെ ചന്ദ്രോദയത്തിന്റെ മുറ്റത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ പോലീസ് വണ്ടിയിൽ നിന്ന് ഒരു പോലീസുകാരൻ ഇറങ്ങിയിട്ട്, ഇതല്ലേ ചന്ദ്രോദയം വീട്? അതേന്ന് പറഞ്ഞ് രവി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്താ സാർ, എന്താ പ്രശ്നം? അതെ, ഇവിടെ ചന്ദ്രമതി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയും അവരുടെ മകൻ സുധീന്ദ്രനും ഉണ്ടോ എന്ന് ചോദിക്കുകയാണേ. ആ ഉണ്ടല്ലോ, അതെന്റെ ഭാര്യയും മകനുമാണ് സാർ. ഓഹോ, അപ്പൊ നിങ്ങൾ എല്ലാവരും ചേർന്നിട്ടാണ് ഇതെല്ലാം ഒപ്പിച്ചിരിക്കുന്നത് അല്ലേ? അവരോട് വന്ന് മര്യാദയ്ക്ക് സ്റ്റേഷനിലേക്ക് വരാൻ പറയണേ. അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താണ് സാർ, എന്താ പ്രശ്നം? അതെ, നിങ്ങളാരാ? അല്ല, ഞാൻ സുധിയുടെ അനിയനാണ്. എങ്കിലേ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക്, അയാളെ വിളിക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയും സുധിയും കൂടി ഇറങ്ങി വരുന്നുണ്ട്. പോലീസുകാരെ കണ്ടതും സുധി ആകെ പേടിച്ച് നിൽക്കാണ് കേട്ടോ. അമ്മേ, എനിക്ക് പേടിയാവുന്നു, ഇവരെന്തിനാ നമ്മളെ അന്വേഷിക്കുന്നത്? എടാ, നീ എന്തിനാ പേടിക്കുന്നത്? നീ ഇങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. എന്താ സാർ, എന്താ പ്രശ്നം? നിങ്ങൾക്കെതിരെ ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്, നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് വന്നതെന്നേ. ഇത് കേൾക്കുമ്പോഴേക്ക് ചന്ദ്രമതി അങ്ങ് ആകെ ഷോക്കായി പോവാണ് കേട്ടോ. അപ്പോ രവി ചോദിക്കുന്നുണ്ട്, എന്താ സാർ, എന്താ പ്രശ്നം? അതെ, ഇവർക്കെതിരെ ഒരു ഗാർഹിക പീഡനത്തിന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇവരെ കയ്യോടുകൂടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് SI സാർ പറഞ്ഞിരിക്കുന്നതെന്നേ. സാർ, അതിന് ആരെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്? അതെ, ശ്രുതി എന്നു പേരുള്ളത് നിങ്ങളുടെ വീട്ടിലെ മകന്റെ ഭാര്യയല്ലേ?
അതെ സാർ, എൻ്റെ മൂത്ത മരുമകളാണ്. ആ കുട്ടി തന്നെയാണ് ആ കുട്ടിയെ ഉപദ്രവിച്ചുവെന്നും ഭർത്താവും അമ്മായിയമ്മയും ചേർന്നിട്ട് ഉപദ്രവിച്ചുവെന്നും വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്നും പറഞ്ഞ് പരാതി തന്നിരിക്കുന്നതന്നെ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അയ്യോ സാർ, ശ്രുതിയോ? അതിൻ്റെ മൂത്ത മരുമകളാണ്. ഞാനും അവളുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. അവളെ ഇപ്പോൾ കാണാതെ ഇരുന്നിട്ട് ഞങ്ങൾ അന്വേഷിച്ചിറങ്ങാൻ തുടങ്ങുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതെ, നിങ്ങളുടെ നാടകമൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. ആ പെൺകുട്ടി നിങ്ങൾ ചോദിച്ച പണം തരാതിരിക്കുന്നതും ആ പെൺകുട്ടി പണക്കാരി അല്ലെന്നും പറഞ്ഞിട്ട് നിങ്ങൾ അവളെ ഉപദ്രവിച്ചോന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങ് മിണ്ടാതിരിക്കുന്നുണ്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, സാർ, അത് വലിയ കോടീശ്വരിയാണെന്നും പറഞ്ഞ് കള്ളത്തരം പറഞ്ഞാണ് അവള് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയത്. അവള് കോടീശ്വരി ഒന്നും അല്ലെന്നറിഞ്ഞപ്പോൾ അമ്മ അവൾക്കിട്ട് അടിക്കുകയും ഇവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്തതൊക്കെ സത്യമാണ്. അതിലും വലിയ ഫ്രോഡ് പണിയല്ലേ സാർ അവള് കാണിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം ഒരു വനിതാ പോലീസുകാരി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ആഹാ, താനാള് കൊള്ളാവല്ലോ. എന്തായാലും തള്ളയും മോനും കുറച്ചു നാളെ ജയിലിൽ എണ്ണട്ടെ. ഒരു പെൺകുട്ടിയുടെ പണം മാത്രം കണ്ടാണല്ലേ നിങ്ങൾ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. എടോ, താനൊക്കെ ഒരു മനുഷ്യനാണോടോ? പെണ്ണ് കെട്ടിയ ഭാര്യനെ നോക്കാൻ വയ്യെങ്കിൽ പിന്നെ താനൊക്കെ എന്തിനാ പെണ്ണ് കെട്ടാൻ നിൽക്കുന്നത്? നിനക്ക് ഭാര്യയുടെ പൈസ കൊണ്ട് ജീവിക്കണോടാന്ന് ചോദിച്ചിട്ട് സുധിയെ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ സാർ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അമ്മയെ ശ്രുതിയെ അടിച്ചതും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഒഴിവാകുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതി ആകെ പെട്ടുവാണ്. സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഓഹോ, എങ്കിൽ പിന്നെ ആ പെൺകുട്ടിയോട് ജീപ്പിൽ നിന്ന് ഇറങ്ങി വരാൻ പറയുകയാണേ. അങ്ങനെ ശ്രുതി ഇറങ്ങി വരുമ്പോൾ തന്നെ ശ്രുതിയെ കണ്ടതും എല്ലാവരും ഷോക്കായി പോകുന്നുണ്ട്. ശ്രുതി, മോളെ, നീ എന്തിനാ ഇപ്പോൾ പോലീസിലൊക്കെ പോയി കംപ്ലൈന്റ് ചെയ്തത്? ആന്റി പെട്ടെന്ന് ആ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ മോളെ അടിച്ചെന്നല്ലേ ഉള്ളൂ. അതേതൊരമ്മയായാലും ചെയ്യില്ലേ സാർ? മക്കളൊരു തെറ്റ് ചെയ്താല് അത്രേ ഉള്ളൂ. മോള് വാ, കേസും ഒക്കെ പിൻവലിച്ചെന്ന് സാർമാരോട് പറഞ്ഞേക്കെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. എന്നാ ശ്രുതി പറയുന്നുണ്ട്, സാർ, ഇപ്പൊ ഇവര് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അഭിനയിക്കുകയാണ്. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മുമ്പിൽ ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാണ് ഈ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടരുതെന്ന്. ഇവരെന്റെ മുടിക്കുത്തിന് പിടിച്ച് ആണ് എന്നെ ചവിട്ടി പുറത്താക്കിയത്. ഈ നിൽക്കുന്ന എന്റെ ഭർത്താവ് ഒരക്ഷരം പോലും മിണ്ടിയതും ഇല്ലെന്ന് പറയുകയാണെ. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി, നീ എന്നോടൊന്ന് ക്ഷമിക്ക്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇല്ല ശ്രുതി, നിനക്ക് നീ എൻ്റെ ഭാര്യയായിട്ട് ഒരു നിമിഷമെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആന്റി അത്ര അടി അടിച്ചപ്പോൾ നീ മിണ്ടാതിരിക്കില്ലല്ലോ. നീയും പോയി കുറച്ച് നാള് ജയിലിൽ കിടക്കുന്ന ശ്രുതി പറയുന്നുണ്ട്. ഈ സമയം രവി പറയുന്നുണ്ട്, മോളെ, ഒരു കുടുംബത്തിന്റെ പ്രശ്നമാണല്ലോ. എല്ലാവരെയും കൊണ്ടുപോയി ഈ കുടുംബത്തിന്റെ അഭിമാനം മുഴുവൻ കൊണ്ടുപോയി കളയരുത്. ഇവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. മോൾ ആ കേസ് പിൻവലിക്കെന്ന് പറയുന്നുണ്ട്. ഓഹോ, എന്നെ ഈ വീട്ടിൽ നിന്ന് പട്ടിയെ അടിച്ചിറക്കുന്നത് പോലെ അടിച്ചിറക്കിയപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കുന്ന, എന്നിട്ട് നിങ്ങൾ ഒരക്ഷരം മിണ്ടിയോ? നിങ്ങൾ എന്തിനാണ് ഈ വീട്ടില് ഒരച്ഛനാണെന്ന് പറഞ്ഞ് കഴിയുന്നത്? ദേ, ഈ നിൽക്കുന്ന ഇവരുണ്ടല്ലോ, ഇവരാണല്ലോ ഇവിടെ ആജ്ഞാപിക്കുന്നതും ഉത്തരവിടുന്നതും എല്ലാം. പിന്നെ ഇനി ഇവർക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം. മാഡം, ഇവരെന്നെ അത്രത്തോളം ഉപദ്രവിച്ചു. എന്നോട് സ്ത്രീധനം, എൻ്റെ പണം മാത്രമാണ് എപ്പോഴും ഇവരെ ആഗ്രഹിച്ചിരുന്നത്. ഈ നിൽക്കുന്ന ഇവരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു പറയുകയാണേ. അപ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട്, അതെ, ശ്രുതിയെ അടിച്ചിറക്കി വിട്ടത് സത്യമാണ്, അത് ഞാൻ കണ്ടതാണ്. എന്നാൽ ശ്രുതി ഇവിടെ എല്ലാവരെയും കബളിപ്പിച്ച് കള്ളത്തരങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അമ്മ അങ്ങനെ ചെയ്തതെന്നേ. ഓഹോ, നിങ്ങളും ഇവർക്ക് സപ്പോർട്ടാണോ? നിങ്ങളും ഒരു സ്ത്രീയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ രേവതിയും മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ട് കയറുതല്ലേ, നിങ്ങളെ ഞങ്ങള് ഗോതമ്പുണ്ട തീറ്റിക്കുമെന്നും പറഞ്ഞിട്ട് വലിച്ചഴിച്ചങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയും പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ലാന്നേ. അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ കാറുവാണ്. രവിയേട്ട എന്നെ കൊണ്ടുപോകല്ലെന്ന് പറ രവിയേട്ട. ശ്രുതി, നിനക്ക് ഞാൻ എന്ത് വേണേലും ചെയ്തു തരാം ശ്രുതി, നീ എന്നെ കൊണ്ടുപോകല്ലെന്ന് പറ, നീ കേസ് പിൻവലിക്കെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ കാറുകയാണ് കേട്ടോ. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചന്ദ്ര കാല് പിടിച്ച് കാറുന്നുണ്ട്, മറ്റാരുടെ അല്ല, രവിയുടെ തന്നെ.
രവി ഇങ്ങനെ പെട്ടെന്ന് ചാടി എഴുന്നേക്കുമ്പോൾ കാണുന്നത് ചന്ദ്രമതിയാണെങ്കിൽ ഉറക്കത്തില് കാല് പിടിച്ചിട്ട് കട്ടിലിൽ കിടക്കുന്ന രവിയുടെ കാല് പിടിച്ചിട്ട് ഇരുന്ന് ഉറക്ക കരയാണ് കേട്ടോ. അയ്യോ എന്നെ പോലീസ് കൊണ്ടുപോയില്ലെന്ന് പറ രവിയേട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്ക് ചന്ദ്രമതിനെ ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ. രവിയാണെങ്കിൽ ഒരു രക്ഷയില്ല. അയ്യോ എന്നെ പോലീസ് കൊണ്ടുപോകുന്നേ, ശ്രുതി മാപ്പ് ശ്രുതി എന്നൊക്കെ വിളിച്ചു പറയാണേ. അവിടെ ഇരുന്ന ഒരു ജഗ്ഗിനകത്ത് വെള്ളം എടുത്തിട്ട് ചന്ദ്രമതിയുടെ ദേഹത്തേക്ക് അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ രവി ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി പെട്ടെന്ന് ബോധം വരുന്നത്. അയ്യോ ഞാൻ എവിടെയാ രവിയേട്ടാ എന്നെ പോലീസ് എന്താ ചന്ദ്രേ, എന്താ നിനക്ക് പ്രശ്നം? നീ ഇപ്പോൾ ഇവിടെ റൂമിലുള്ളതെന്നേ. ഓഹ് അങ്ങനെ രവിയേട്ട എനിക്ക് കുറച്ച് വെള്ളം എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി ആണെങ്കിൽ വെള്ളമൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടന്നത് നമ്മുടെ ചന്ദ്രമതി കണ്ട സ്വപ്നമാണ്. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നും വീട് വിട്ടിറങ്ങിപ്പോയ ശ്രുതി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്നും ചന്ദ്രമതി ആണെങ്കിൽ ഇനി ആ ശ്രുതിയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് ശേഷം കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യും, അത് ശ്രുതി എന്തെങ്കിലുമൊക്കെ അടവെടുത്ത് വീട്ടിൽ കയറുവോ, ചന്ദ്രമതി ശ്രുതിയും തമ്മിൽ പിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ബായ്.